കാർഷിക മേഖലയിൽ ആധുനികവൽക്കരണം നടപ്പാക്കുമെന്ന് ധനമന്ത്രി. എണ്ണക്കുരു ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കും. ക്ഷീര കർഷകർക്ക് കൂടുതൽ സഹായം നൽകും. കാർഷിക മേഖലയിൽ സ്വകാര്യ പൊതുനിക്ഷേപം നടപ്പാക്കും. കാർഷിക മേഖലയിൽ വിപണി ബന്ധിത പദ്ധതികൾ നടപ്പാക്കും. PM കിസാൻ സമ്മാൻ യോജനയിൽ 11.8 കോടി കർഷകർക്കാണ് സഹായം ലഭിക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. 4 കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകിയെന്നും നിർമ്മലാ സീതാരാമൻ. Welfare of Annadata. Farmers are our Annadata. Every year under PM Kisan Samman Yojana, direct financial assistance is provided to 11.8 crore farmers, including marginal and small farmers. Crop insurance is given to 4 crore farmers under PM Fasal Bima Yojana. These, besides several other programs, are assisting Annadata in producing food for the country and for the world. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 2 കോടി വീടുകൾ കൂടി ലഭ്യമാക്കുമെന്ന് ധനമന്ത്രി. PMAY പദ്ധതി പ്രകാരം 3 കോടി വീടുകൾ പൂർത്തിയാക്കി. 300 യൂണിറ്റ് വൈദ്യുതി 1 കോടി വീടുകൾക്ക് സൗജന്യമായി നൽകും. 1 കോടി വീടുകളിൽ കൂടി സോളാർ പദ്ധതി നടപ്പാക്കുമെന്നും കേന്ദ്ര സർക്കാർ. Making triple talaq illegal, reservation of 1/3 seats for women in the Lok Sabha and state assemblies, and giving over 70% houses under PM Awas Yojana in rural areas to women, and giving over 70% houses under PM Awas Yojana in rural areas to women as sole or joint owners have enhanced their dignity. കൂടുതൽ വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് മുൻപ് ധനമന്ത്രി ഏറ്റവും ആധികാരികമായി ബജറ്റ് പ്രഖ്യാപനത്തെക്കുറിച്ച് പറയാനാകുന്ന ധനമന്ത്രി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇതൊരു വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും, ഗംഭീരമായ ഒരു പ്രഖ്യാപനങ്ങളും ഉണ്ടാവില്ല. അത് തന്നെയാണ് ഇന്ന് ധനമന്ത്രിയുടെ ഇടക്കാല ബജറ്റിൽ നമ്മൾ കണ്ടത്. വിശദമായ ഒരു പ്രഖ്യാപനങ്ങളുമില്ല. അതേസമയം കേരളത്തിന് എന്ത് ലഭിക്കുമെന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെതായി ടാക്സ് വീണ്ടും റെഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ, വൻകിടക്കാരുടെ നികുതിയിൽ കുറവ് വരുത്താൻ ഇത്തവണയും വളരെ താല്പര്യം കാണിച്ചു. അപ്പം ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന 90% വരുന്നത് സാധാരണക്കാരും കൃഷിക്കാരും പാവപ്പെട്ടവരുമാണ് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൊണ്ട് ഇന്ത്യ 10-20 വൻകിടക്കാരുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. യാതൊരു യാഥാർത്ഥ്യബോധവുമില്ല. ഇപ്പം ഈ കഴിഞ്ഞ 10 വർഷക്കാലം അവർ മറന്ന ജനവിഭാഗം, കൃഷിക്കാർ, സാധാരണക്കാർ, മാർജിനലൈസ് ചെയ്ത ആളുകൾ, ദളിതർ, പാവപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ ഇവരുടെ തെറ്റായ നടപടികൾ കൊണ്ട് കോടിക്കണക്കിന് ആളുകളെ തൊഴിൽ നഷ്ടപ്പെട്ടു. അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞ 1 വർഷം 2 കോടി ആളുകൾക്ക് തൊഴിലെന്നാണ്. 20 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുത്തതിൻ്റെ കണക്ക് പറയണ്ടേ? ആർക്കെങ്കിലും തൊഴിൽ കൊടുത്തോ? ഡിമോണിറ്റൈസേഷൻ കൊണ്ട്, അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിലെ തെറ്റായ നയങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. അവർക്കാർക്കെങ്കിലും തൊഴിൽ കിട്ടിയോ? അവർക്കാർക്കെങ്കിലും തൊഴിൽ കൊടുക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായോ? അടച്ചുപൂട്ടിപ്പോയ ലക്ഷക്കണക്കിന് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് എന്ത് കാര്യങ്ങളാണ് പറഞ്ഞത്? ഇവിടെ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ വീണ്ടും ഒരു മുതലാളിത്ത സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ 99% ആളുകളെ മറന്ന് ഏതാണ്ട് 10-20 കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യം തീരെഴുതി കൊടുക്കാനുള്ള പടപ്പുറപ്പാടിൻ്റെ തുടക്കമാണ്. ഇന്ന് ഇന്ത്യയിലെ സമ്പത്തിൻ്റെ 80% 20ഓളം കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് 139,99,99,980 ആളുകൾക്ക് ഇന്ന് 20% സമ്പത്ത് മാത്രമേ ഉള്ളൂ. അവരുടെ സമ്പത്ത് വീണ്ടും കവർന്നെടുക്കാനുള്ള തുടക്കമാണ്, നടപടികളാണ് ഈ ബഡ്ജറ്റിൻ്റെ സൂചന. ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഈ ഗവൺമെൻറ് ഭരിക്കുന്നതെന്ന് ഞങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിലുള്ള പാവപ്പെട്ട കൃഷിക്കാരും സാധാരണക്കാരും ദളിതരും പ്രയാസമനുഭവിക്കുന്ന ആളുകളും അധ്വാനിക്കുന്ന തൊഴിലാളികളും അവരെല്ലാം അടങ്ങുന്നതാണ് ഇന്ത്യ. അത് വിസ്മരിച്ചുകൊണ്ട് വെറുതെ പ്രചരണത്തിൻ്റെ ജിമ്മിക്സ് കാണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി എന്നുള്ളതല്ലാതെ ഈ ബഡ്ജറ്റിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ല. കൃഷിക്കാർക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. അവരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം 10 വർഷമായി പാലിക്കാതെ ഇന്ന് അവരുടെ വരുമാനം നേർപകുതിയായി റെഡ്യൂസ് ചെയ്തതിനെക്കുറിച്ച് അവർക്ക് പറയാനില്ല. 20 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്നുള്ള വാഗ്ദാനം പാലിക്കാത്തതിനെക്കുറിച്ച് അവർക്ക് പറയാനില്ല. സ്വിസ് ബാങ്കിലെ പണം തിരിച്ചു കൊണ്ടുവന്ന് പാവപ്പെട്ടവൻ്റെ ഓരോരുത്തൻ്റെ അക്കൗണ്ടിൽ 15 ലക്ഷം കൊടുക്കുമെന്നുള്ളതിനെക്കുറിച്ച് പറയാനില്ല.
ഒന്നും പറയാനില്ലാതെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി അവസാനിപ്പിച്ച ചരിത്രത്തിലെ ഏറ്റവും സമയം കുറഞ്ഞ ഒരു ബഡ്ജറ്റ് പ്രസംഗം എടുത്തു. ഇതിനേക്കാൾ കൂടുതൽ കള്ളങ്ങൾ പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് ചുരുങ്ങിയ സമയത്ത് ഈ ബഡ്ജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ഇപ്പോൾ ആന്റണി MP ആണ് പ്രതികരിച്ചത്. നമ്മളെ കേരളം വലിയ പ്രതീക്ഷകൾ ബജറ്റിൽ ഉണ്ടായിരുന്നു. അതൊരു വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞെങ്കിൽ പോലും എയിംസ്, റെയിൽവേയുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ, കർഷകർക്ക്, പ്രത്യേകിച്ച് റബ്ബർ കർഷകർക്ക്, അതുപോലെ തന്നെ ഈ ചെങ്കടൽ പ്രതിസന്ധിയിൽ വലഞ്ഞിരിക്കുന്ന കുരുമുളക് കയറ്റുമതി ചെയ്യുന്ന കർഷകർക്ക്, ഇവർക്കൊക്കെ അനുകൂലമായ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും കേരളത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ഷീര കർഷകർക്കായിട്ടുള്ള പ്രഖ്യാപനം, 2 ടൂറിസം മേഖലയിൽ വന്നിരിക്കുന്ന ഈ പറയുന്ന ഐക്കോണിക് ടൂറിസ്റ്റ് സെന്ററുകൾ, അതുപോലെ ബിസിനസ് ആൻഡ് കോൺഫറൻസ് ടൂറിസം, അതിനുവേണ്ടി ദീർഘകാല ഇൻട്രസ്റ്റ് ഫ്രീ ലോണുകൾ കൊടുക്കുമെന്ന പ്രഖ്യാപനം, മറ്റൊന്ന് വികസിത് ഭാരതിന്റെ ഭാഗമായി 50 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോണുകൾ 75,000 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾക്കപ്പുറമായി കേരളത്തിന് റിലൈ ചെയ്യാവുന്ന എന്ത് കാര്യങ്ങളാണ് ഈ ബജറ്റിലുള്ളത്? ക്രിസ്റ്റീന, ഇതിൽ ഒരു കാര്യം നമ്മൾ ഇപ്പോഴും അതിനെ ഒരു മുൻവിധിയോടുകൂടി നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഈ കേരളത്തിൻ്റെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ട് തുക എത്ര അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസംഗത്തിൻ്റെ ആ ഡോക്യുമെൻ്റ് അത് പുറത്തു വന്നതിന് ശേഷമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ അറിയാനായിട്ട് സാധിക്കുന്നത് റബ്ബർ മേഖല, നാളികേര മേഖല ഒക്കെ അടക്കമുള്ള മേഖലകളെ സംബന്ധിച്ച് തുക വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ഡീറ്റെയിൽ ഏതൊക്കെ മേഖലകളിലേക്ക് കേരളത്തിന് പണം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ വിവരം പുറത്തു വരുന്ന മുറയ്ക്ക് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കൂ. പൊതുവിൽ നോക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ധനപ്രതിസന്ധിയായിരുന്നു. ആ ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഈ നൽകുന്ന പലിശരഹിത വായ്പ അത് തുടരും എന്ന് പറഞ്ഞതല്ലാതെ കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്തെ തൃപ്തിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങളില്ല എന്നുള്ളത് നമുക്ക് എടുത്തു പറയാം. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകേണ്ടിയിരുന്നുവെങ്കിൽ അതുണ്ടാകേണ്ടത് ബഡ്ജറ്റ് പ്രസംഗത്തിലായിരുന്നു. ഇടക്കാല ബഡ്ജറ്റ് ആണെങ്കിൽ അതിൽ ഉൾപ്പെടുത്താനും ധനമന്ത്രിക്ക് സാധിക്കുമായിരുന്നു. അത് അംഗീകരിക്കപ്പെട്ടില്ല. അത് ബലത്തിൽ ഉണ്ടാകുന്നത് കേരളത്തിന്റെ ഈ കാലിയായ ബഡ്ജറ്റിന് കൂടുതൽ ഭാരം നൽകുന്ന വിധത്തിലേക്ക് സാമ്പത്തിക സ്ഥിതിയെ എത്തിക്കും എന്നുള്ളതാണ്. ഈ രണ്ടാമത്തത്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന രീതിയിൽ കേരള സർക്കാർ അവതരിപ്പിച്ച കെയറയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിൽ അനുകൂല സമീപനമായിരുന്നു സ്വീകരിക്കുന്നത് എങ്കിൽ അക്കാര്യം ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നു. അത് ഉണ്ടായിട്ടില്ല. എയിംസ് അടക്കമുള്ള പ്രതീക്ഷകൾ കേരളത്തിനുണ്ടായിരുന്നു. അതിനുവേണ്ടി കേരളം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും എയിംസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് അല്ലാതെ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു ഉറപ്പ് നൽകാനായിട്ട് ധനമന്ത്രി ഇക്കാര്യത്തിൽ തയ്യാറായിട്ടില്ല. ആയുഷ്മാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെ മധ്യവർഗ സമൂഹത്തിന് ആശ്വാസം നൽകുന്നതാണ് എന്ന് പറയുമ്പോഴും വിപുലമായ അർത്ഥത്തിൽ ഒരു ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ, അങ്ങനെയുള്ള ഇൻഷുറൻസ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്നത് ഈ മധ്യവർഗ സമൂഹം കൂടുതലുള്ള കേരളത്തിനായിരുന്നു. അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് ധനമന്ത്രിക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മൾ ഈ കാർഷിക മേഖല പരിഗണിക്കുമ്പോഴും കേരളത്തെ സംബന്ധിച്ച് ഈ പ്രതിവർഷം ലഭിക്കുന്ന PM കിസാൻ നിധിയുടെ ഇനി വരുന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് ഈ 6,000 എന്നുള്ള 9,000 ആയിക്കഴിഞ്ഞാലും 9,000 രൂപ പ്രതിമാസം ആയിക്കഴിഞ്ഞാലും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ പക്ഷേ കർഷകർക്ക് അവരുടെ കടബാധ്യതകൾ നേരിടാനായിട്ട് അത് പര്യാപ്തമാകുന്നില്ല. അങ്ങനെയുള്ള സംസ്ഥാനം എന്ന നിലയ്ക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന സംസ്ഥാനം എന്ന നിലയ്ക്ക് ചില പ്രത്യേക പദ്ധതികൾ പ്രതീക്ഷിച്ചിരുന്നു. ക്രിസ്റ്റീനയ്ക്ക് ഓർമ്മയുണ്ടാകും, ഈ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ പുറത്തു വന്നപ്പോൾ റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും വ്യത്യസ്ത സമയങ്ങളിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം സംസ്ഥാനങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധി അവസാനിപ്പിക്കാനോ അഥവാ സഹായഹസ്തം നീട്ടാനോ തയ്യാറാകുന്ന പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ അങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അഥവാ മനുഷ്യവിഭവശേഷി വിനിയോഗവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം. അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ ഉണ്ടാകേണ്ട പ്രഖ്യാപനങ്ങൾ ഇല്ല എന്നുള്ളത്, രാജ്യത്ത് തൊഴിൽ നൽകാൻ കൂടുതൽ പേർക്ക് നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന പ്രഖ്യാപനം ധനമന്ത്രി നടത്തി എന്നത് ഒഴിച്ചാൽ ഒരു സ്ഥായിയായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിന് ധനമന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതും നമുക്ക് പൊതുവിൽ വിലയിരുത്തുമ്പോൾ കേരളത്തിന്റെ നഷ്ടങ്ങളുടെ പട്ടികയിൽ നമുക്ക് കാണാം.
കാണാനായിട്ട് സാധിക്കും. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് റെയിൽ വികസനം. ആ റെയിൽ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അത് കഞ്ചിക്കോട് ഫാക്ടറി ഉൾപ്പെടെയുള്ള കോച്ച് ഫാക്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. അത് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം ഈ ബഡ്ജറ്റ് പ്രസംഗത്തെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. 40,000 കോച്ചുകൾ പുതുതായിട്ട് ഉണ്ടാക്കും എന്നത് ഉൾപ്പെടെയുള്ള നല്ല അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോച്ചുകൾ ഉണ്ടാക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ പോലും അങ്ങനെ ഏതെങ്കിലും കേരളത്തിന് ഈ കഞ്ചിക്കോട് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുകൂല സമീപനം ഉണ്ടായില്ല എന്ന് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാനായിട്ട് സാധിക്കും. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള തൊഴിലാളികൾക്കും അഥവാ ഈ പാലുൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അല്പം ആശ്വസിക്കാം എന്നത് മാത്രമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ധനമന്ത്രി എടുത്ത ഒരു മുൻകൂർ ജാമ്യമുണ്ട്. അത് ഈ ബഡ്ജറ്റ് സമ്പൂർണ്ണ ബഡ്ജറ്റ് ആണ് എന്നാരും കരുതണ്ട, ഇതൊരു ഓട്ടോൺ അക്കൗണ്ട് മാത്രമാണ്, ജൂലൈയിൽ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉള്ള ഒരു മുൻകൂർ ജാമ്യം ധനമന്ത്രി എടുത്തിരിക്കുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടുള്ള ബഡ്ജറ്റിൻ്റെ വിഹിതങ്ങൾ ആവശ്യപ്പെടുക അഥവാ അതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്ന് വിലയിരുത്തുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഈ സാമ്പത്തിക യുക്തിക്ക് ചേരുന്ന വിധത്തിലാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനായി സാധിക്കുക. പക്ഷേ കേരളവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രതീക്ഷിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പലതിനും ബഡ്ജറ്റിൽ സ്ഥാനം ലഭിച്ചിട്ടില്ല, ബഡ്ജറ്റിൽ പ്രഖ്യാപനത്തിൻ്റെ രൂപത്തിൽ സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ സാധിക്കുക. ക്രിസ്റ്റീന. ശരി, രാധാകൃഷ്ണനാണ് ബജറ്റുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.